ഹലോ, അസ്സലാമു അലൈക്കും. ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. പുഡിങ്ങിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പേര് ചോദിക്കാറുണ്ട്, ഇത് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണോ, ഇതിൻ്റെ പ്രൈസ് എങ്ങനെയെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരുവിധം എല്ലാ പുഡിങ്ങും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഓരോ പ്ലേസിനനുസരിച്ചും നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ കോസ്റ്റിനനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത്തരത്തിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ക്രീം ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഓറിയോ ബിസ്ക്കറ്റിൻ്റെ 3 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല, ഏത് ക്രീം ബിസ്ക്കറ്റും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടാനും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പലതരത്തിലുള്ള ബിസ്ക്കറ്റ് എടുക്കുന്നത്. എല്ലാ ബിസ്ക്കറ്റിൻ്റെയും ക്രീം ഒരേപോലെ തന്നെ എടുക്കുക. വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ക്രീമിലുള്ളത് എല്ലാ ബിസ്ക്കറ്റും വൈറ്റ് ക്രീമിൽ എടുക്കുക. അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേവേഴ്സ് ഉള്ളതാണെങ്കിൽ എല്ലാതും ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് തന്നെ എടുക്കുക. ഇങ്ങനെ മൊത്തം 24 ബിസ്ക്കറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലെ ക്രീമെല്ലാം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിൽ നിന്നും കുറച്ച് ബിസ്ക്കറ്റ് നമുക്ക് ഇതുപോലെ കൈകൊണ്ട് പൊട്ടിച്ചെടുക്കണം. ഇവിടെ ഒരു 18 ബിസ്ക്കറ്റാണ് ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ സൈസിനനുസരിച്ച് ബിസ്ക്കറ്റിൻ്റെ എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. ബാക്കിയുള്ള ബിസ്ക്കറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇത് ലാസ്റ്റ് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. 1-2 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. ഇനി സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അതാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ തന്നെ 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എല്ലാം കൂടി ഒരു 1/4 കപ്പോളം പാലിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇവിടെ പാൽപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ഓൾറെഡി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് ഏകദേശം ഒന്ന് കുറുകി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബിസ്ക്കറ്റിൻ്റെ ക്രീം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് തന്നെ നല്ല പോലെ ഒന്ന് ചൂടാറി കിട്ടണം. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചൂടാറി വരട്ടെ. അപ്പോഴത്തേന് നമുക്ക് ഇതിലേക്കുള്ള 3rd ലെയർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. പിസ്ത, കാഷ്യൂ, ബദാം, പീനട്ട് ഇവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സും എടുക്കാം. ഇത് നമുക്ക് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ നട്ട്സിൽ ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി തണുത്തതിന് ശേഷം ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ പൊടിച്ചെടുക്കണ്ട, നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന പരുവത്തിലാണ് വേണ്ടത്. ഇനി ഇത് പുഡിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇവിടെ വിപ്പിംഗ് ക്രീം പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം തന്നെ യൂസ് ചെയ്യുക, അതാണ് ഒന്നുകൂടെ നല്ലത്. അതുപോലെ തന്നെ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ നോൺ ഡയറി ക്രീം തന്നെ വേണമെന്നില്ല, ഡയറി ക്രീംസ് ആണെങ്കിലും മതി. കാരണം നമുക്ക് നല്ല പോലെ ബീറ്റായി കിട്ടണമെന്നില്ലത്, നല്ല സ്റ്റിഫായിട്ട് വരണമെന്നില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ്
പാൽപ്പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് പാനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്തിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണിത്. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ഈ ക്രീമിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് പുഡിംഗ് പാത്രത്തിൽ സെറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ലെയറൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് ഡെക്കറേഷനാണ്. ഇവിടെ ഇപ്പോൾ ഈ പുഡിംഗ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മുമ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഡെക്കറേഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് വരെ പുഡിംഗ് നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഇപ്പോൾ എല്ലാ ബിസ്ക്കറ്റും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് പിസ്ത കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ഡിസൈനിലാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം. ഒരു 5 to 6 hours എങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമുക്ക് ജാറിലായിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫുഡ് കണ്ടെയ്നേഴ്സൊക്കെ കിട്ടും. അതിലൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ പുഡിങ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.